ഇന്നത്തെ സുവിശേഷം ലൂക്ക 24:13 മുതൽ 35 വരെ. ഹൃദയം ജ്വലിപ്പിച്ച യാത്ര. അപ്പം മുറിക്കലിൽ തിരിച്ചറിഞ്ഞ ക്രിസ്തു. യേശുവിൻ്റെ മരണശേഷം നിരാശരായി എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ ഉദ്ധിതനായ യേശു അനുഗമിക്കുന്നതും വചനത്തിലൂടെയും അപ്പം മുറിക്കലിലൂടെയും അവരെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. ശിഷ്യന്മാർ നിരാശരായി നടക്കുമ്പോൾ യേശു അവർക്കൊപ്പം ചേർന്നു. പക്ഷേ അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നതിനാൽ അവനെ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന അവരുടെ വാക്കുകളിൽ നഷ്ടപ്പെട്ട വിശ്വാസത്തിൻ്റെ വേദനയുണ്ട്. തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ അവർ ദൈവത്തെ തിരിച്ചറിയാൻ മറന്നുപോയി. ജീവിതത്തിലെ തകർച്ചകളിൽ നാം ഒറ്റയ്ക്കാണെന്ന് കരുതുമ്പോഴും ക്രിസ്തു നമുക്കൊപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ പലപ്പോഴും അവിടുത്തെ സാന്നിധ്യം കാണുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. യേശു മോശ മുതൽ പ്രവാചകന്മാർ വരെയുള്ള തിരുവെഴുത്തുകൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വചനം കേട്ടപ്പോൾ അവരുടെ നിരാശ മാറി തുടങ്ങി. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നവർ പിന്നീട് ചോദിക്കുന്നുണ്ട്. വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ തണുപ്പിനെ മാറ്റാൻ ദൈവവചനത്തിന് മാത്രമേ സാധിക്കൂ. വചനം വായിക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുന്നു. സന്ധ്യയായപ്പോൾ അവർ അവനെ കൂടെ താമസിപ്പിച്ചു. മേശയിലിരുന്ന് അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു നൽകിയപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. അന്ത്യ അത്താഴത്തെയും കുരിശിലെ ബലിയെയും അനുസ്മരിപ്പിക്കുന്ന ആ പ്രവൃത്തിയിലൂടെ അവർ തങ്ങളുടെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. വിശുദ്ധ കുർബാനയിലാണ് നാം യേശുവിനെ പൂർണ്ണമായി കണ്ടുമുട്ടുന്നത്. അവിടുന്ന് മുറിക്കപ്പെട്ടപ്പോഴാണ് ലോകത്തിന് ജീവൻ ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലെ മുറിക്കപ്പെടലുകളും ദൈവത്തെ അനുഭവിക്കാനുള്ള വഴികളാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അവൻ അവരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. എന്നാൽ അവൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്ക് പിന്നീട് നിശബ്ദരായിരിക്കാൻ സാധിക്കുകയില്ല. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിരാശയും അന്ധകാരവും പടരുമ്പോൾ എമ്മാവൂസിൽ ശിഷ്യന്മാരെ പോലെ ഞങ്ങളെയും അനുഗമിക്കണമേ. വിശുദ്ധ കുർബാനയിൽ അങ്ങയെ തിരിച്ചറിയാനും ആ സന്തോഷം ലോകത്തോട് പങ്കുവെക്കാനും എനിക്ക് കൃപ നൽകണമേ. കർത്താവെ, നേരം വൈകുന്നു, ഞങ്ങളോടൊപ്പം വസിക്കണമേ. ആമേൻ.